പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളൊന്ന്. ഇപ്പോൾ ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യരും, എല്ലാ വിധത്തിലുള്ള മനുഷ്യരും ഉടമ്പടി എടുക്കുന്നുണ്ട്. പക്ഷെ ഉടമ്പടിയുടെ ശിരസ് എന്താ നിങ്ങൾക്കറിയാമോ? ഉടമ്പടിയുടെ ശിരസ് ക്രിസ്തുവാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, അതാണ് ഉടമ്പടിയിലെ ആദ്യത്തെ ദൈവസ്നേഹ പ്രവർത്തനം. പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ ഉപരി പ്രവർത്തനങ്ങളെക്കാളും വലുതാണ് ക്രിസ്തുവിനെ കൈമാറുന്നതെന്ന് പറയണത്. അതായത് അത് കൈമാറ്റം ആണ് ഇതിൻ്റെ തലയെന്ന് പറയുന്നത്, ശിരസ്സെന്ന് പറയണത്. ഉടമ്പടിയുടെ ശിരസ്സെന്ന് പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു ശിരസ്സുണ്ട്, സഭയ്ക്കൊരു ശിരസ്സുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്കാണ് എല്ലാവരും വളരണത്.